കുമാരപുരം കലാകൗമുദി റോഡിലെ കുടുംബങ്ങളുടെ വഴിമുട്ടിയിട്ട് 4 മാസമായി. മൺകൂനയും കുഴിയും കടന്നു പോകേണ്ടത് 50-ലധികം കുടുംബങ്ങൾക്ക്. ടാറിംഗ് ആണ് ഉദ്ദേശിച്ചിരുന്നത്. പണി നടന്നുകൊണ്ട് വന്നപ്പോൾ ഇതിനടിയിലുണ്ടായിരുന്ന ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടി ഭയങ്കരമായി വെള്ളപ്പൊക്കമായി. അതിനോടൊപ്പം 1-2 മഴ വന്നു, റോഡ് നിറയെ വെള്ളമായി. ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി പല വെഹിക്കിളുകളും ഇവിടെ താഴ്ന്നു പോയി. മുന്നറിയിപ്പ് ബോർഡില്ലാത്തത് കൊണ്ട് വഴി തേടിയെത്തുന്നവർ നിരവധിയാണ്. നേരിട്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അവർക്ക് ഗേറ്റ് തുറന്നാൽ കാണാൻ കഴിയുന്ന ഈ കുഴിയാണ്. വാഹനങ്ങൾ പുറത്തെടുക്കാനോ അല്ലെങ്കിൽ സഞ്ചരിക്കാനോ പോലും കഴിയാത്ത ഒരവസ്ഥയുണ്ട്. നമുക്ക് നേരിട്ട് ചോദിക്കാം, ഇത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്? അയ്യോ, ഇത് ഒരു 3-4 മാസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഇവിടെ കണ്ട എനിക്ക് കാർ ഇറക്കാൻ പറ്റുന്നില്ല. കാർ അങ്ങ് ദൂരെ അങ്ങ് കൊണ്ടിട്ടേക്കാണ്. ഇവിടെ നിന്ന് ഈ വെയിലത്ത് നടന്ന് അവിടെ പോയി സാധനം മേടിച്ച് അവിടെ നിന്ന് ചുമന്ന് ഇങ്ങനെ. മഴ പെയ്താൽ റോഡിൽ വെള്ളക്കെട്ടും ചെളിയും നിറയും. വണ്ടി ഇപ്പോൾ കയറ്റാൻ നിർത്തില്ല. അവരെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇവിടെ കുഴിച്ചിട്ടെങ്കിൽ വീട്ടിനകത്ത് എന്ത് ചെയ്യും? ഇനി അവരെ അവിടെ ഇറക്കിയിട്ട് ഞാൻ റോഡിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് മാറ്റി മെയിൻ റോഡിൽ എവിടെയെങ്കിലും കൊണ്ടുവരണം, അല്ലാതെ ഇങ്ങോട്ട് വരാൻ ഒക്കില്ല. റോഡ് നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് റോഡ് വെട്ടിക്കുഴിച്ചത്. എനിക്ക് കണ്ടില്ലേ, കാലൊന്നും വയ്യാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. എത്രയോ 3-4-5 മാസമായി. ഉടൻ പരിഹാരമാകുമെന്ന വാക്ക് വിശ്വസിച്ചാണ് ഈ കുടുംബങ്ങളെല്ലാം ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ഓരോ ദിവസവും ഗേറ്റ് തുറന്ന് പ്രതീക്ഷയോടെ അവർ നോക്കും. അപ്പോഴും കാണുന്നത് ഈ കാഴ്ചയാണ്. അനൂപിനൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.